ഡാഷ്ബോർഡിൽ നല്ല മാറ്റമുണ്ട്. ഹലോ ഗൈസ്, വെൽക്കം ടു ഈസ്റ്റ് കേരള. ഇന്ന് ഞാൻ എത്തിയിട്ടുള്ള ഒരു കിടിലം പോളിഷിങ് കിറ്റായിട്ടാണ്. വീട്ടിൽ തന്നെ പോളിഷ് ചെയ്ത് നിങ്ങളെ വാഹനങ്ങൾ വൃത്തിയായിട്ട് കൊണ്ടു നടക്കാൻ പറ്റും. വാഹനങ്ങൾക്ക് ബ്ലാക്ക് ഡോട്ട്സ് അതുപോലെ സ്ക്രാച്ചസ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും. നമുക്കിതെങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് നോക്കാം. ആദ്യം കാർ വാഷ് ചെയ്യുക, അതിനുശേഷം ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് നമുക്ക് നോക്കാം. നമ്മളെ വാഹനങ്ങൾക്ക് കുറേ ബ്ലാക്ക് ഡോട്ട്സ് ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ബ്ലാക്ക് ഡോട്ട്സ് ഉണ്ട്, അതുപോലെ സ്ക്രാച്ചസ് ഉണ്ട്. ആദ്യം നമുക്ക് കാറ് വാഷ് ചെയ്ത് നോക്കാം. കാറ് വാഷ് ചെയ്തിട്ട് എത്രമാത്രം ഈ ഡോട്ട്സ് ഒക്കെ പോകുന്നുണ്ടെന്ന് നോക്കാം. നിങ്ങൾക്ക് ക്യാമറയിൽ ചിലപ്പോൾ കാണാൻ വേണ്ടിയിട്ട് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ടാവില്ല. മുകളിലൊക്കെ കുറേ ബ്ലാക്ക് ഡോട്ട്സ് ഉണ്ട്. പോളിഷ് ചെയ്തിട്ട് നമുക്ക് നോക്കാം ഇതൊക്കെ പോകുന്നുണ്ടോ. സ്ക്രാച്ചസ് ഉണ്ട്. പെയിൻറ്റ് കട്ടായതൊന്നും പോകാൻ ചാൻസ് ഇല്ല. എന്നിരുന്നാലും മാക്സിമം പോകുന്നതാണ് എൻ്റെ ഫ്രണ്ട് പറഞ്ഞു. അവന് ഉപയോഗിച്ച് പരിചയം ഉണ്ടായതുകൊണ്ടാണ് എന്നെ പരിചയപ്പെടുത്തി. അവന് വളരെ പെർഫെക്റ്റ് ആയിട്ട് അവൻ്റെ ബൈക്കിനും കാറിനൊക്കെ ഉപയോഗിച്ചിട്ട് ഡാഷ്ബോർഡിനെല്ലാം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റി നല്ലൊരു റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ വാങ്ങിയ ഈ പ്രൊഡക്റ്റ് ഓൺലൈനിൽ. ഇതൊക്കെ ബ്ലാക്ക് ഡോട്ട്സ് ആണ്, കുറേ സ്ക്രാച്ചസും ഉണ്ട്. നമുക്ക് ആദ്യം കാറ് വാഷ് ചെയ്യാം, എന്നിട്ട് എത്രമാത്രം ഡോട്ട്സൊക്കെ പോകുന്നുണ്ട് നോക്കാം. എന്നിട്ട് അതിന് ശേഷം ഈ പോളിഷിങ് ക്രീം ഉപയോഗിച്ച് നോക്കാം. ആദ്യം നമുക്ക് കാറ് വാഷ് ചെയ്യാം. കാറ് വാഷ് ചെയ്യുമ്പോൾ തന്നെ ഏകദേശം പൊടികളൊക്കെ പോവും. പിന്നെ സ്ക്രാച്ചും ബ്ലാക്ക് ഡോട്ട്സേ ഉണ്ടാവും. കാറ് വാഷ് ചെയ്തിട്ടാകുമ്പോൾ വ്യക്തമാവും നമുക്ക് എത്രമാത്രം സ്ക്രാച്ചസ് ഉണ്ട്, അതുപോലെ ബ്ലാക്ക് ഡോട്ട്സ് ഒക്കെ ഉണ്ട്. അങ്ങനെ പൊടിയൊന്നും ഇല്ല കാര്യമായിട്ട് കാറിന്. എന്നാലും നമുക്ക് വൃത്തിയായിട്ടൊന്ന് വാഷ് ചെയ്യാം. ഇപ്പം കാറ് മൊത്തം ഒന്ന് ഡ്രൈ ആയി, വാഷ് ചെയ്തിട്ട് ഡ്രൈ ആയതിന് ശേഷം നമുക്ക് ആ ക്രീം അപ്ലൈ ചെയ്യാം. ഇപ്പം ഞാൻ ആദ്യമായിട്ട് ബോണറ്റിലാണ് അപ്ലൈ ചെയ്യുന്നത്. ബോണറ്റിന് മൊത്തം വാഷ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും ബ്ലാക്ക് ഡോട്ട്സ് ഉണ്ട്. ഒരുപാട് ബ്ലാക്ക് ഡോട്ട്സ് ഉണ്ട്. ബ്ലാക്ക് ഡോട്ട്സ് റിമൂവ് ആകുന്നുണ്ടോ എന്ന് നമുക്ക് ആദ്യം നോക്കാം. അതിന് ശേഷം സ്ക്രാച്ചസ് ഇല്ലത് നോക്കാം. നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ തന്നെ ഒരു സ്പോഞ്ച് പോലുള്ളൊരു പ്രൊഡക്റ്റ് ഉണ്ട്. അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ചെറിയൊരു മാറ്റമുണ്ട്, വലിയൊരു മാറ്റമില്ല. എന്നിരുന്നാലും വലിയ ബ്ലാക്ക് ഡോട്ട്സ് ഒക്കെ റിമൂവ് ആയി പോയിട്ടുണ്ട്. ഇനി നമുക്ക് സ്ക്രാച്ചസ് നോക്കാം. അതുപോലെ ഡാഷ്ബോർഡിൽ നമുക്ക് ചെയ്ത് കഴിഞ്ഞെങ്കിൽ നല്ലൊരു മാറ്റം വരുന്നതാണ്. ഇവിടെ ആയിട്ടൊരു സ്ക്രാച്ച് ഉണ്ട്, റിമൂവ് ആകുന്നുണ്ട് നോക്കാം. പെയിൻറ്റ് കട്ടായത്ര മാറ്റം വന്നിട്ടുണ്ട്. കാരണം പെയിൻറ്റ് കട്ടായത് നമുക്ക് പോളിഷിൽ മാറില്ല. പെയിൻറ്റ് കട്ടാവാത്ത അതൊക്കെ പോളിഷിൽ പോയിട്ടുണ്ട്. പിന്നെ ഒരു ഗ്ലേസിങ്, ഒരു വൈറ്റ് കളർ കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷമുള്ള മാറ്റം നല്ല പുതിയതുപോലെ ഉണ്ട്. ഈ ക്രീം അപ്ലൈ ചെയ്യുമ്പോൾ കൂടുതലായിട്ട് മാറ്റം വരുന്ന ടയറിന്, അതുപോലെ ഡാഷ്ബോർഡ്, ഡോറിൻ്റെ സൈഡ്, ഇവിടെയൊക്കെയാണ് കൂടുതൽ മാറ്റം വരുന്നത്. ഇപ്പോൾ മാറ്റം നന്നായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും നിങ്ങൾക്ക്. സൈഡ് ഗാർഡ് ഇതിനൊക്കെ അപ്ലൈ ചെയ്തിട്ടാകുമ്പോൾ നല്ലൊരു മാറ്റമുണ്ട്, നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പം ഞാൻ ഉപയോഗിച്ച പോളിഷിങ് കിറ്റിൻ്റെ റിവ്യൂ പറയുകയാണെങ്കിൽ, ഞാൻ ഉപയോഗിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് പെയിൻറ്റ് ഡീപ്പായിട്ട് കട്ടായ സ്ക്രാച്ചസ് ഒന്നും പോകുന്നില്ല. പക്ഷേ നോർമലായിട്ടുള്ള സ്ക്രാച്ചസ് ഒക്കെ പോകുന്നുണ്ട് ഈ ക്രീമിൽ. അതുപോലെ തന്നെ ബ്ലാക്ക് ഡോട്ട്സും കൂടുതലായിട്ടുള്ള ബ്ലാക്ക് ഡോട്ട്സ് ഒന്നും പോകുന്നില്ല പെയിൻറ്റിന് വന്ന്. പിന്നെ ഡാഷ്ബോർഡിൽ സൈഡ് ഗാർഡ് ഇതിനൊക്കെ അപ്ലൈ ചെയ്താൽ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള റിസൾട്ടാണ് കിട്ടുന്നത്. നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് വേണമെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആമസോണിൽ നിന്ന് വാങ്ങിയ പ്രൊഡക്റ്റാണ്.
ഇറ്റ്സ് ഓക്കെ, നല്ലൊരു പ്രൊഡക്റ്റാണ്. പിന്നെ ഡാഷ്ബോർഡിനൊക്കെ അപ്ലൈ ചെയ്തിട്ടാകുമ്പോൾ നല്ല സ്മെല്ലാണ് കാറിൻ്റെ അകത്ത്. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ഒരുപാട് ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് ഇനിയും വരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളെ വിലയേറെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. ഇതുപോലുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക.